തൻ്റെ ജനത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിയൊരു വെളിപ്പെടുത്തലുമാണ് ഓരോ പൗരോഹിത്യ ദൈവവിളിയും. പ്രത്യേകിച്ച് ഇന്ന് ഈ ഇടവയ്ക്കും നമ്മുടെ അതിരൂപതയ്ക്കും പ്രത്യേകം സന്തോഷിക്കാൻ വകയുണ്ട്. ഈ അതിരൂപതയ്ക്ക് വേണ്ടി, ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് വേണ്ടി ഉള്ള ആദ്യത്തെ ഒരു തിരുപ്പട്ടമാണ് ഇത്. അതുകൊണ്ട് പ്രത്യേകമായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എല്ലാ സന്യാസ വിളികളും മറ്റ് പൗരത്തിലേക്കുള്ള മറ്റ് വിവിധ തരത്തിലുള്ള വിളികളുണ്ട് എങ്കിൽ തന്നെയും ഈ രൂപതയുടെ അംഗമായ ഈ സഹോദരന് ഈ രൂപതയിൽ രൂപതാവേദികനായിട്ട് ശുശ്രൂഷ ചെയ്യുവാനുള്ള വിളിച്ച് കിട്ടിയിരിക്കുന്നു. അത് നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. കാരണം രൂപതയുടെ ബഹുമുഖ പ്രവർത്തനങ്ങൾക്ക് അധികാര ശുശ്രൂഷയ്ക്ക് നമുക്ക് വൈദികരെ ആവശ്യമുണ്ട്. കൂടുതൽ വൈദികരെ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ആവശ്യം പരിഗണിച്ചും നമ്മുടെയൊക്കെ പ്രാർത്ഥനകളുടെ ഫലമായിട്ടും ഒക്കെയാണ് ഓരോ ദൈവവിളിയും നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ വലിയൊരു ദാനമുണ്ട്, ദൈവത്തിൻ്റെ ഒരു കരുതലുണ്ട്. ദൈവം ദാനമായി നൽകുന്ന ഒരു വലിയ സമ്മാനമാണിത്. ദൈവം നൽകുന്ന ദാനമായതുകൊണ്ട് അതിൻ്റെ വില നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കുകയില്ല. നമ്മളെ ആർക്കെങ്കിലും സമ്മാനം നൽകുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു സമ്മാനം നൽകുമ്പോൾ ആരാണ് സമ്മാനം നൽകിയത് എന്നതിനെ ഇവിടെ ആശ്രയിച്ചാൽ നമ്മളതിന് മൂല്യം കൽപ്പിക്കുക. അത് ഭൗതികമായ അതിൻ്റെ വില എന്താണെന്ന് അളന്ന് നോക്കിയല്ല, ആര് നൽകിയ സമ്മാനമാണ് അത് നമ്മൾ വില കൽപ്പിക്കുന്നു. ഒരുപക്ഷെ നമ്മളെ കണക്ക് കൂട്ടുമ്പോൾ അതിന് വലിയ വില ഇല്ലായിരിക്കും. എങ്കിൽ തന്നെ അതിൻ്റെ മൂല്യം വലുതാണ്. വലിയ ഉന്നതനായ ഒരാളെ അത് ചെറിയൊരു സമ്മാനമാണെങ്കിലും ഉന്നതനായ ഒരു വ്യക്തി നൽകുമ്പോൾ അതിന് നമ്മൾ വലിയ ആദരവ് കാണിക്കുന്നു, ബഹുമാനിക്കുന്നു. അത് നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്നു. അത് വെച്ച് മറ്റുള്ളവരോടും പറയുന്നു, ഇന്നയാൾ എനിക്ക് സമ്മാനം നൽകി. നമുക്കൊക്കെ പലരും സമ്മാനങ്ങൾ നൽകാറുണ്ട്. ചിലക്ക് നമ്മൾ ഓർക്കുക പോലുമില്ല. സമ്മാനം കിട്ടുന്നു, അത് എവിടെയെങ്കിലുമൊക്കെ വിൽക്കുന്നു, മറന്നു പോകുന്നു. പക്ഷെ ചില സമ്മാനങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കുകയില്ല. അത്ര നിസ്സാരമായെന്ന് പുറമേ തോന്നുമെങ്കിൽ തന്നെയും ആ തന്നയാളിൻ്റെ സ്വഭാവമനുസരിച്ച് മാർപ്പാപ്പ പ്രത്യേകിച്ച് ഒരാൾക്ക് ഒരു സമ്മാനം കൊടുക്കണമെന്ന് കൊടുത്തു വിടുവാന്ന് വിചാരിക്കുക. ചിലപ്പോൾ സാധാരണ ഒരു കൊന്തയായിരിക്കാം. മാർപ്പാപ്പ നൽകിയ കൊന്തയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പ കൊടുത്തയച്ച കൊന്തയാണ്, എനിക്ക് നേരിട്ട് തന്ന കൊന്തയാണ് എന്ന് ചിന്തിക്കുമ്പോൾ ആ കൊന്തയ്ക്ക് പ്രത്യേകമായ നമ്മൾ ആദരവ് കൽപ്പിക്കുന്നു, പ്രത്യേകം സൂക്ഷിച്ചു വയ്ക്കുന്നു. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവം നൽകുന്ന സമ്മാനത്തേക്കാൾ കൂടുതലായിട്ട് ഏത് സമ്മാനം ആർക്കാണ് നൽകാൻ സാധിക്കുക? ദൈവത്തിൻ്റെ സമ്മാനം. അപ്പോൾ അങ്ങനെയുള്ള സമ്മാനമാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. അത് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മളൊക്കെ അതിൻ്റെ ദൈവത്തിൻ്റെ ആ സമ്മാനത്തിൻ്റെ സ്വഭാവം അത് എങ്ങനെയാണ് നൽകപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഒരു വിവരണമാണ് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത്. ഈശോ തൻ്റെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത പേര് വിളിക്കുകയാണ്. അതിനു മുമ്പായിട്ട് ഈശോ ചെയ്ത ഒരു കാര്യമുണ്ട്. ഈശോ മലമുകളിലേക്ക് കയറി ഏതാനും ദിവസം ആ മലമുകളിൽ കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാവുകൾ പ്രാർത്ഥിക്കുക, രാത്രി മുഴുവനും ഒക്കെ പ്രാർത്ഥിക്കുകയാണ്. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുകയാണ്. തൻ്റെ തുടർച്ചയായിട്ട് ഈ ദൗത്യം നിറവേറ്റുവാൻ ഉള്ള ആൾക്കാരെ ഈശോ കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണ്. അത് മലമുകളിലേക്ക് പ്രവേശിച്ചത് എന്തിനു വേണ്ടിയാണ്? പ്രാർത്ഥിക്കാനായിട്ട് പ്രവേശിച്ചത് പിതാവിൻ്റെ ഹിതം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്. ആരെയാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? പിതാവായ ദൈവത്തിൻ്റെ ഹിതം എന്താണ്? അതെനിക്ക് അറിയണം. അപ്പോൾ പിതാവിൻ്റെ ആ ഹിതമനുസരിച്ച് വേണം ഞാൻ എൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുവാൻ. അതിനു വേണ്ടി ഈശോ മലമുകളിലേക്ക് തീവ്രമായി പ്രാർത്ഥിക്കുക.
അത് കഴിഞ്ഞ് മലയിറങ്ങി വന്നു കഴിഞ്ഞാണ് ശിഷ്യന്മാരെ പ്രത്യേകം 12 പേരെ പ്രത്യേകം തിരഞ്ഞെടുത്ത് പേര് വിളിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിനെ പറ്റി പ്രത്യേകം ഈശോയുടെ ആ പ്രാർത്ഥന പുരോഹിതർക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥനയെ പരാമർശിക്കുന്നുണ്ട്. അവിടെ പ്രത്യേകം പറയുന്നത് ഈശോ പറയുന്നുണ്ട്, നീ എനിക്ക് നൽകിയ ശിഷ്യന്മാരെന്ന് പറയുന്നത്, നീ എനിക്ക് നൽകിയവർ. അപ്പം പിതാവ് എനിക്ക് നൽകിയവരാണ് എൻ്റെ ഈ 12 ശിഷ്യന്മാരെന്ന് ഈശോ വ്യക്തമായി തുറന്നു പറഞ്ഞ് അവർക്ക് വേണ്ടി ഈശോ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അവരാരും നഷ്ടപ്പെടാതിരിക്കുവാൻ, അവരെ വിശ്വസ്തയോടുകൂടെ ഈ ലോകത്തിലായിരുന്നു കൊണ്ട് ആ ദൗത്യം നിറവേറ്റുവാൻ വേണ്ടി, അവരെ സാത്താൻ കീഴ്പ്പെടുത്താതിരിക്കാൻ വേണ്ടി ഈശോ വീണ്ടും പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വിളിയുടെ പ്രാധാന്യം അത്രമാത്രം വലുതാണ്. അപ്പോസ്തലന്മാരുടെ ലഭിച്ച വിളിയുടെ തുടർച്ചയായിട്ട് അതിനോട് ചേർത്ത് വച്ചു വേണം നമ്മളെ പൗരോഹിത്യ വിളിയും കാണുവാൻ. സഭ പഠിപ്പിക്കുന്നതനുസരിച്ച് ആ സ്ത്രീയന്മാരുടെ കൈപ്പൊഴി, അതിൻ്റെ സ്ത്രീയന്മാരുടെ പിന്തുടർച്ച ഇന്ന് സഭയിൽ തുടരുന്നത് മെത്രാന്മാരിലൂടെയാണ്. അപ്പോൾ സ്ത്രീയന്മാരുടെ പിൻഗാമികൾ സഭയിലെ മെത്രാന്മാരാണ്. ആ മെത്രാന്മാരുടെ അധികാരത്തിൽ പങ്കുചേർന്നുകൊണ്ട് മെത്രാന്മാരുടെ കൈവയ്പിലൂടെ ആണ് ഈ പൗരോഹിത്യം പദവിയിലേക്ക് ഒരാളെ സ്വീകരിക്കുക. അങ്ങനെ സ്ത്രീയന്മാർക്ക് ലഭിച്ച ആ ദൗത്യം, ആ അധികാരം ഇന്ന് മെത്രാന്മാരിലൂടെ പുരോഹിതരിലേക്ക് കൈമാറപ്പെടുന്നു. പുരോഹിതരെയും സഹപ്രവർത്തകരായിട്ട് സ്വീകരിച്ചുകൊണ്ട് അതാണ് സഭയുടെ സംവിധാനം. അതുകൊണ്ട് ഈ വിളിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അത് വിശ്വസ്തയോടെ ജീവിക്കുവാൻ, ആ മരണം വരെയും അതിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്താതെ അത് സംരക്ഷിക്കാനും ഒക്കെ പ്രത്യേകമായി വിളി കിട്ടിയവരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിളി ലഭിക്കുവാൻ ഉള്ള സാഹചര്യം ഒരുക്കിയവരെ പലരുമാകാം. ദൈവം വിളിക്കുന്നു, പക്ഷേ ആ വിളി സഫലമാകണമെങ്കിൽ അതിനനുകൂലമായ രീതിയിൽ പ്രതികരിക്കണം, പ്രത്യുത്തരം നൽകണം, അതിനുള്ള സാഹചര്യം ഉണ്ടാകണം. ഒരു വിത്ത് കുഴിച്ചിടുന്നത് പോലെയാണ് ദൈവവിളിയാകുന്ന വിത്ത് ദൈവം നമ്മളിൽ നിക്ഷേപിക്കുന്നു. പക്ഷേ അത് മുളച്ച് വളരണമെങ്കിൽ അതിനനുകൂലമായ സാഹചര്യം വേണം. അത് പക്ഷേ നല്ലൊരു കുടുംബ പശ്ചാത്തലമാകാം, നല്ല മാതാപിതാക്കൾ, അവരുടെ പ്രാർത്ഥന, അവരുടെ ആ വിശുദ്ധ ജീവിതത്തിലുള്ള സ്നേഹം, ചെറുപ്പം മുതൽ തന്നെ ഈ വിളി ലഭിച്ച ഒരാളെ ജീവിക്കുന്ന സമൂഹം, സാഹചര്യങ്ങൾ, ഇടവക, അവർക്ക് കിട്ടുന്ന പരിശീലനം, പൊതുസമൂഹത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന സ്വാധീനങ്ങൾ, ഇതൊക്കെ ഈ വിളി നഷ്ടപ്പെടാതിരിക്കാനോ സഹായിക്കുന്നതാണ്. ഏതായാലും പിന്നീട് അങ്ങനെ ഈ വിളി ക്രമേണ ആ വിളിയുടെ വിത്ത് അത് മുളച്ച് വളർന്ന് പൗരോഹിത്യം എന്നുള്ള ഒരു പൂർണ്ണതയിൽ എത്തുകയാണ്. അതിന്ന് നമ്മുടെ ഈ സഹോദരന് ഇന്ന് അത് നൽകപ്പെടും. അത് ആ വിളിയുടെ ആ ഒരു സ്റ്റേജിലെത്തുകയാണ്, പൗരോഹിത്യം സ്വീകരിച്ചുകൊണ്ട്. ഇതിന് ശേഷമാണ് ഇനിയാണത് പ്രവർത്തന നിരതമാകേണ്ടത്. ഈശോ ശിഷ്യന്മാരെ വിളിച്ച് പരിശീലിപ്പിച്ചു. 2-3 വർഷക്കാലം കൂടെ കൊണ്ടു നടന്ന് പരിശീലിപ്പിച്ചു. അവസാനം അവരോട് പറഞ്ഞു, നിങ്ങൾ യോർശലേം വിട്ടു പോകരുത്. ഞാൻ വാഗ്ദാനം ചെയ്ത ആ ആശ്വാസനായകൻ റുഹാദകുൽസ പാറക്ലേത്ത നിങ്ങളിൽ വരുന്നതുവരെ നിങ്ങൾ പോകരുത്, നിങ്ങൾ ദൗത്യം ഉടനെ ആരംഭിക്കരുത്. ആ പാറക്ലേത്തായെ റുഹാദകുൽസായെ കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇറങ്ങി പുറപ്പെടാവൂ എന്ന് ഈശോ പറയുന്നുണ്ട്. കാരണം ഈ വിളി യഥാർത്ഥത്തിൽ ഫലം ചെയ്യണമെങ്കിൽ, അത് ശരിയായി നിർവഹിക്കണമെങ്കിൽ ദൈവാരൂപിയുടെ സഹായം ആവശ്യമാണ്. അരൂപി ദൈവത്തിൻ്റെ സഹായത്താലും ശക്തിയാലുമാണ് നിർവഹിക്കപ്പെടേണ്ടത്. കാരണം ഇത് വെറും മാനുഷികമായ ഒരു കർമ്മമല്ല പൗരോഹിത്യം എന്ന് പറയുന്നത്. ആ ശുശ്രൂഷ മനുഷ്യന് ശക്തി കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ ദൈവത്തിന് മാത്രം ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഒരു പുരോഹിതനിലൂടെ ചെയ്യുവാൻ ദൈവം നിയോഗിക്കുന്നത്. അതുകൊണ്ട് ആ പുരോഹിതനിൽ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം, ദൈവകൃപയുണ്ടാകണം. ആ കൃപയിൽ മാത്രമേ അത് ഫലം ചൂടുകയുള്ളൂ.
അങ്ങനെയാണ് സ്ത്രീയന്മാരെ കാത്തിരുന്നു, പ്രാർത്ഥിച്ച് കാത്തിരുന്നു, കർത്താവിൻ്റെ വാഗ്ദാനം പ്രതീക്ഷിച്ച് കാത്തിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് കാത്തിരുന്നതിൻ്റെ 10-ാം ദിവസമാണല്ലോ റുഹാദക്കുസായി എഴുന്നള്ളി വന്നത്. ആ പെന്തക്കോസ്താ നാളിൽ റുഹാദക്കുസായെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം അത് വ്യക്തമായി അവർക്ക് ശക്തി ലഭിച്ചു. അവരെ സുവിശേഷം പുകഴ്ച തുടങ്ങി. ഇത് തന്നെയാണ് ഇന്നും ആവർത്തിക്കപ്പെടുന്നത്. ഇന്ന് ഈ പൗരോഹിത്യ ഈ തിരുപ്പട്ട ശുശ്രൂഷയിൽ ഉടനീളം നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്. പ്രാർത്ഥനയിലും അനുഷ്ഠാനങ്ങളിലും ഗീതങ്ങളിലും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. ഈ വൈദികാർത്ഥിയെ റുഹാദക്കുസായാൽ നിറയ്ക്കാൻ, പരിശുദ്ധാത്മാവെല്ലാം നിറയ്ക്കാനുള്ള പ്രാർത്ഥന, അങ്ങനെ വിശുദ്ധീകരിക്കുവാൻ ഉള്ള പ്രാർത്ഥനയാണ്. അങ്ങനെ ആത്മാവിൻ്റെ വരങ്ങൾ വർഷിക്കപ്പെടുവാൻ വേണ്ടിയുള്ള സഭയുടെ തീവ്രമായ പ്രാർത്ഥനയാണ് ആദ്യം മുതൽ അവസാനം വരെയും ഈ തിരുക്കർമ്മത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ കൃപ നൽകപ്പെട്ട് അങ്ങനെ പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ദൈവികമായൊരു ശുശ്രൂഷയാണ്. അതിനുശേഷം പുരോഹിതൻ നിർവഹിക്കുന്നതും ദൈവികമായ ശുശ്രൂഷയാണ്. അതേക്കുറിച്ചൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ പറയുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്. മാമോദിസ മുക്കുവാൻ, അല്ലെങ്കിൽ പാപമോചനം നൽകുവാൻ, വിവാഹം ആസ്വദിക്കുവാൻ, ബലിയർപ്പിക്കുവാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് പുരോഹിതൻ ചെയ്യേണ്ടിയിരിക്കുന്നത്. അവിടെ ഒക്കെ സംഭവിക്കുന്നത് വെറും മാനുഷികമായ കാര്യങ്ങളല്ല. കാരണം ഒരാളുടെ പാപം മോചിക്കുവാൻ മനുഷ്യരാർക്കും സാധിക്കുകയില്ലല്ലോ, മാലാഖമാർക്കും സാധിക്കുകയില്ല. ഒരു വിശുദ്ധനാണതിൻ്റെ പേരിലൊന്നും സാധിക്കത്തില്ല. മാതാവിന് പോലും പാപം മോചിക്കാനുള്ള അധികാരമില്ലായിരുന്നു. അത് ദൈവം ചെയ്ത കാര്യങ്ങളാണ്. ഈശോ ജീവിച്ചിരുന്ന അവസരത്തിൽ ഈ ലോകത്തിലായിരുന്നപ്പോൾ പലരുടെയും നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. പാപിനിയായ സ്ത്രീയോട് നിന്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഈശോ പാപം മോചിക്കുന്നുണ്ട്. അങ്ങനെ ഈശോ പാപം മോചിച്ചു. ആ മോചനം, ആ ധർമ്മമാണ് പുരോഹിതനിലൂടെ തുടരുക. ഇന്ന് നമ്മൾ ഈ സുവിശേഷകർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ പോകുമ്പോൾ സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് വിളിച്ചു പറയുവിൻ, രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുകളെ ബഹിഷ്കരിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. രോഗികൾക്ക് സൗഖ്യം നൽകുക. രോഗി സൗഖ്യം, യഥാർത്ഥത്തിൽ സൗഖ്യമെല്ലാം കർത്താവ് നൽകുന്നതാണ്. മരിച്ചവരെ ഉയർപ്പിക്കുക, അത് ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചേക്കാം. മരിച്ചവരെല്ലാം ഉയർപ്പിക്കാനുള്ള അധികാരം പുരോഹിതനുണ്ടോ? ഇനിയാണെങ്കിൽ മരിച്ചു പോയവരെല്ലാം പോയി പ്രാർത്ഥിച്ചാൽ മുതൽ എല്ലാവരും വീണ്ടും എഴുന്നേറ്റ് വരുമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാം. വാസ്തവത്തിലൂടെ മരിച്ചവർ എന്ന് പറയുന്നത് ശാരീരികമായ മരണത്തേക്കാൾ കൂടുതലായിട്ട് ആത്മീയമായ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. പാപം ചെയ്തവൻ മരിച്ചവനെ പോലെയാണ്. പാപം ചെയ്യുന്നവർ ആത്മീയമായ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പാപം ചെയ്ത് ആത്മാവിൻ്റെ ആത്മീയ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ കഴിയുന്നവർ മരിച്ചവരാണ്. ആത്മീയമായ അർത്ഥത്തിൽ മരിച്ചവരാണ്. അവരെ ഉയർപ്പിക്കുവിൻ എന്ന് പറഞ്ഞാൽ അവരുടെ പാപം മോചിക്കുവിൻ എന്നുള്ളതാണ്. അതിനെ അനുതാപത്തോടെ എത്ര പാപം ചെയ്ത് മരിച്ചിരിക്കുന്ന മനുഷ്യരും അനുദപിച്ച് അത് ഏറ്റു പറയുമ്പോൾ അത് മോചിക്കപ്പെടുന്നു, ദൈവം മോചിക്കുന്നു. അത് സംഭവിക്കുവാൻ പുരോഹിതൻ്റെ ആവശ്യമുണ്ട്. പുരോഹിതൻ നിശ്ചിത പ്രാർത്ഥന ചൊല്ലി പാപം മോചിക്കുമ്പോൾ, പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പാപങ്ങൾ മോചിക്കപ്പെടുന്നു. അവിടെ ദൈവം പ്രവർത്തിക്കുന്നു, ദൈവം ഇറങ്ങി വരുന്നു. പുരോഹിതനിലൂടെ ദൈവം ഇറങ്ങി വരികയാണ്. നമ്മുടെ ബലിപീഠത്തിൽ പുരോഹിതൻ ആ പ്രാർത്ഥനയിലൂടെ, അനാഫറയിലെ ആ കുദാസഭാഗത്തെ പ്രാർത്ഥനയിലൂടെ സംഭവിക്കുന്ന എന്താണ്? അല്ലെങ്കിൽ അതിൻ്റെ അവസാനം റുഹാദക്കുസാ എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ അവിടെ റുഹാദക്കുസാ എഴുന്നള്ളി വരുന്നു. ഒരു പുരോഹിതൻ്റെ ആ വാക്കുകളിലൂടെ റുഹാദക്കുസാ അവിടെ എഴുന്നള്ളി വരുന്നു. ആ വിശുദ്ധ വസ്തുക്കളെ കർത്താവിൻ്റെ ജീവനുള്ള ശരീര രക്തങ്ങളാക്കി മാറ്റുന്നു. ഉത്തരനായി ഈശോയുടെ ഉയിർപ്പ് അവിടെ സംഭവിക്കുന്നു. അതിൻ്റെ പ്രതീകമാണല്ലോ ആ വീഞ്ഞുമൊക്കെ. അപ്പോൾ യഥാർത്ഥം സംഭവിക്കുന്നത് അവിടെ റുഹാദക്കുസായെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുവാൻ ഒരു പുരോഹിതന് കഴിയുന്നു എന്നുള്ളതാണ്. പിതാക്കന്മാർ അതേപ്പറ്റിയൊക്കെ മനോഹരമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സഭാപിതാക്കന്മാർ
ആദിമ സമാപിതാക്കന്മാരൊക്കെ മനോഹരമായിട്ട് ഒരു പുരോഹിതൻ്റെ ദൗത്യത്തെക്കുറിച്ച് ഇത്രമാത്രം വലിയൊരു ശുശ്രൂഷ, വിശുദ്ധിയിൽ നിർവഹിക്കേണ്ട ഒരു ശുശ്രൂഷ, വിശുദ്ധീകരിക്കപ്പെട്ട കരങ്ങളിലൂടെ നിർവഹിക്കപ്പെടേണ്ട, വിശുദ്ധീകരിക്കപ്പെട്ട കരങ്ങളും വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയവുമായിട്ട് പുരോഹിതൻ ചെയ്യേണ്ട ശുശ്രൂഷകളാണിതെല്ലാം. കാരണം വിശുദ്ധ ശുശ്രൂഷയാണ്, ദൈവത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ പൗരോഹിത്യത്തിൻ്റെ ഈ മഹനീയത, അതിൻ്റെ സ്വർഗീയത, അതിൻ്റെ വിശുദ്ധി, മഹത്വം, അതെല്ലാം അതേപ്പറ്റിയെല്ലാം ചിന്തിച്ചപ്പോൾ നമ്മുടെ സഭാപിതാവായ മാർ അപ്രയം പറയുണ്ടായി, എനിക്ക് ഈ പൗരോഹിത്യം വേണ്ട. അതേ മഹാവിശുദ്ധനായ ഒരു മനുഷ്യന്, ഒരു സഭാപിതാവായിരുന്നു മാർ അപ്രയം. നമുക്കറിയാം, നമ്മുടെ സഭയിലെ ഏറ്റവും സുറിയാനി സഭയിലെ തിരുസഭയിലെ ഏറ്റവും വലിയൊരു സഭാപിതാവും പണ്ഡിതനും ഒക്കെയായിരുന്നു മാർ അപ്രയം. അദ്ദേഹത്തോട് മെത്രാപ്പോലീത്ത, നീ എന്താണ് പൗരോഹിത്യം സ്വീകരിക്കാത്തത് എന്ന് ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞ മറുപടിയും, ഞാനൊരു പാപിയാണ്, എനിക്കത് സ്വീകരിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരസിക്കുകയായിരുന്നു. അവസാനം മെത്രാപ്പൊലീത്ത അദ്ദേഹത്തെ ഡീക്കനാക്കി. അങ്ങനെ അത് ഡീക്കനായ ഒരു സഭാപിതാവാണ് മാർ അപ്രയം എന്ന് പറയുന്നത്. വലിയൊരു മഹാവിശുദ്ധനാണ്, മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്നാണ് വിളിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ വീണ. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിലൂടെ പാടുന്നു, സംസാരിക്കുന്നു. അത്രമാത്രം ദൈവികത നിറഞ്ഞ ഒരു പിതാവായിരുന്നു മാർ അപ്രയം. അദ്ദേഹമാണ് പറയുന്നത്, എനിക്ക് പൗരോഹിത്യം സ്വീകരിക്കാൻ ഞാൻ യോഗ്യതയില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന്. അപ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ ശരിയായ അർത്ഥം. ഒരു പുരോഹിതൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ വാസ്തവത്തിൽ നമ്മളെ ഭയന്നു പോകും. ഇതാണല്ലോ ഞാൻ ചെയ്യേണ്ടിയിരിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ അയോഗ്യതയെക്കുറിച്ചുള്ള ഓർമ്മ നമ്മളിൽ വാഴപ്പെടും. അപ്പോൾ നമ്മൾ കൂടുതൽ വിനീത ഹൃദയരാകും. ദൈവമേ, ഇതാണല്ലോ എന്നെക്കൊണ്ട്, പാപിയായ എന്നെക്കൊണ്ട് ഞങ്ങൾ ചെയ്യിക്കുന്നത്, എന്നിലൂടെ അങ്ങ് പ്രവർത്തിക്കുന്നത് ഇതാണല്ലോ, ഞാനൊരു പാപിയാണല്ലോ എന്നുള്ള ചിന്ത നമ്മളിൽ വളരുകയും നമ്മൾ വിനീതനാകുകയും ചെയ്യും. നമ്മൾ എന്നും ആ വിശുദ്ധി സംരക്ഷിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ശുശ്രൂഷയാണ് പുരോഹിത ശുശ്രൂഷ എന്ന് പറയുന്നത്. ഇത് ദൈവജനത്തിന് വേണ്ടി, ഇതിനു വേണ്ടിയാണ് ദൈവജനത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയായത്. അപ്പം പുരോഹിതനിലൂടെ ഈ വിശുദ്ധ ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നത് ദൈവജനത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. അങ്ങനെ ദൈവസന്നിധിയിൽ വ്യാപരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധി ദൈവത്തിൻ്റെ ജനത്തിന് വിതരണം ചെയ്യുക, ഇതാണ് പുരോഹിതൻ്റെ ദൗത്യം. അതുകൊണ്ട് പുരോഹിതൻ്റെ ആ സ്ഥലം, പുരോഹിതൻ വ്യാപരിക്കുന്ന മേഖല ദൈവത്തിനും മനുഷ്യനും ഇടയ്ക്കാം, ദൈവത്തിനും മനുഷ്യനും ഇടയ്ക്കാം. നമ്മുടെ ദേവാലയത്തിൻ്റെ ഘടന നോക്കിക്കുകയും ആ മധുബഹ ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്, ആ സ്വർഗത്തിൻ്റെ പ്രതീകമാണ് നമ്മുടെ മധുബഹ. അതുകൊണ്ട് നമ്മൾ മധുബഹ അവിടെ മനോഹരമായിട്ട് ഒക്കെ അലങ്കരിക്കുകയും ആ തരത്തിൽ അത് സംവിധാനം ചെയ്യുകയും ചെയ്തത് അത് സ്വർഗത്തെ സൂചിപ്പിക്കുന്നു. ദൈവവും സ്വർഗവാസികളും എല്ലാം അണിനിരക്കുന്ന ഒരു സ്ഥലം, ദൈവത്തിൻ്റെ സ്ഥലം, അതിപരിശുദ്ധമായ സ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാനും പുരോഹിതനാണ് യോഗ്യതയുള്ളത്. എല്ലാവരും അവിടെ അങ്ങോട്ട് കയറുന്നില്ല. മധുബഹയിലേക്ക് എല്ലാവരും ആ വിരിക്കുള്ളിലുള്ള സ്ഥലത്തേക്ക്, അത് പുരോഹിതനും അത്യാവശ്യത്തിന് മറ്റുള്ളവരെ ഈ കർമ്മത്തിൽ സഹായിക്കാൻ ആവശ്യമുള്ളവർ മാത്രമേ ആ വിരിക്കുള്ളിൽ പ്രവേശിക്കുന്നുള്ളൂ. കാരണം അത് ദൈവത്തിൻ്റെ സ്ഥാനമാണ്. ജനം താഴെ നിൽക്കുന്നു, താഴെ. അപ്പോൾ ഇതിൻ്റെ മധ്യത്തിൽ ദൈവത്തിനും മനുഷ്യനും ഇടയ്ക്ക് നിന്നുകൊണ്ട് പുരോഹിതനും ദൈവത്തിൽ നിന്ന് കൃപകൾ യാചിക്കുകയാണ്, കൃപകൾ വാങ്ങിക്കുകയാണ്. അത് ജനത്തിന് നൽകാൻ വേണ്ടിയാണ്. ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ വ്യാപരിക്കുന്നവനാണ് പുരോഹിതൻ. എന്നിട്ട് ജനങ്ങളുടെ കാര്യം ദൈവത്തെ അറിയിക്കുന്നവനാണ് പുരോഹിതൻ. അങ്ങനെ ഒരു മധ്യസ്ഥനാണ് പുരോഹിതൻ. മോശയുടെയൊക്കെ കാര്യം നമുക്കറിയാം. മോശ ഇടയ്ക്കിടയ്ക്ക് മലമുകളിലേക്ക് പ്രവേശിക്കുമായിരുന്നു, മലമുകളിലേക്ക് കയറി പോകുമായിരുന്നു. ജനത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടിയാണ്. ഇപ്പം ജനത പാപം ചെയ്തു, ദൈവം ശിക്ഷിക്കാൻ ശ്രമിക്കുന്നു. അതായത് മോശ ജനത്തിനു വേണ്ടി പരിഹാരം ചെയ്ത് മാപ്പപേക്ഷിക്കുക ദൈവത്തിൻ്റെ പക്കൽ ചെന്ന് 40 ദിവസം രാവും പകലും മലമുകളിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച ജനത്തിനു വേണ്ടി. അങ്ങനെ കൽപ്പനകളൊക്കെ മേടിച്ചത് അങ്ങനെയാണ്. അങ്ങനെ ദൈവം ക്ഷമിക്കുന്നു മോശയുടെ മധ്യസ്ഥതയിലൂടെ. ഇതുപോലെ ജനങ്ങളുടെ വേദനകളും ബുദ്ധിമുട്ടുകളും എല്ലാം മനസ്സിലാക്കി അതെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കുവാൻ ദൈവത്തിൻ്റെ കൃപ യാചിക്കുകയാണ് പുരോഹിതൻ. അപ്പം പുരോഹിതൻ ദൈവത്തോട്
ഗാഢമായ സ്നേഹവും സൗഹൃദവും പുലർത്തുന്നയാളായിരിക്കണം. അതോടൊപ്പം തന്നെ ജനത്തോടും സ്നേഹവും ആദരവും പുലർത്തുന്നവനായിരിക്കണം. ജനത്തെ സ്നേഹിക്കണം, ദൈവത്തെയും സ്നേഹിക്കണം. ജനം പക്ഷേ പിറുപിറുത്തെന്ന് വന്നേക്കാം. മോശയ്ക്കെതിരായ ആ ജനം പിറുപിറുത്തു. മോശയെ കൊല്ലാൻ പോലും ശ്രമിച്ചു ഒരവസരം. അവിടെ ഇഷ്ടംപോലെ കാര്യം നടക്കുന്നില്ല. അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. അവർക്ക് വെള്ളം കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല. ഈ മോശയെ ഞങ്ങളെ നശിപ്പിക്കാനാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മോശയെ കൊല്ലാൻ പോലും ഒരിക്കൽ ആ യഹൂദ ജന മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ ചിന്തിച്ചതാണ്. പക്ഷേ മോശയ്ക്ക് വേദനയുണ്ടായെങ്കിലും മോശ ദൈവത്തോട് പറയുകയാണ്, ഈ അപരാധിയെ ദൈവത്തോട് ചെന്ന് പറയുകയാണ്. ദൈവം അതിന് പരിഹാരമൊക്കെ കണ്ടെത്തി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ശുശ്രൂഷയാണ് പുരോഹിതൻ്റേത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഈ ശുശ്രൂഷ ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആടുകളെ എന്ന് പറഞ്ഞ് നിങ്ങളെ ഞാൻ അയക്കുന്നു. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആടുകളെ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ അയക്കുന്നു. ഇത് എളുപ്പമുള്ളൊരു ശുശ്രൂഷയല്ല. ചിലപ്പോൾ ചെന്നായ്ക്കളുടെ ഇടയിൽപ്പെട്ട ഒരു കുഞ്ഞാടിൻ്റെ അനുഭവം ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. അങ്ങനെ എത്രയോ പേർക്കുണ്ടാകുന്നു. എത്രയോ പേർ നമ്മുടെ സഭയുടെ ആരംഭം മുതൽ എത്രയോ പേര് കൊല ചെയ്യപ്പെട്ടു, രക്തസാക്ഷികളായി. പക്ഷെ ആ രക്തസാക്ഷിത്വം, ആ പീഡനങ്ങളൊന്നും സഭയെ തളർത്തിയില്ല. അതിൻ്റെ എല്ലാം നടുവിൽ പിടിച്ചു നിൽക്കുകയാണ്. ആ ദൈവത്തിലുള്ള വിശ്വാസമാണ്. നമ്മുടെ ഇന്ത്യയിലും പീഡനങ്ങൾ നടക്കുന്നുണ്ട്. ഈ വർഷം ക്രിസ്മസ് ആഘോഷിക്കാൻ പോലും പലർക്കും സാധിച്ചില്ല വടക്കേ ഇന്ത്യയിൽ. അതിന് പോലും എതിർപ്പ്. ഇതുപോലെയുള്ള അവസരങ്ങളുണ്ടാകും. നമുക്ക് സ്വതന്ത്രമായിട്ട് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ദൈവരാജ്യം പ്രഘോഷിക്കുവിൻ. ഇന്നത്തെ സുവിശേഷം പറയുന്നതാണ്, നിങ്ങൾ പോകുമ്പോൾ സ്വകരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുവിൻ. സ്വകരാജ്യം, ദൈവരാജ്യത്തിന് സന്ദേശം നൽകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് ഭയന്ന് ഓടാൻ പാടില്ല. ഏത് പ്രതികൂല സാഹചര്യത്തിലും ദൈവരാജ്യം പ്രവേശിക്കുക. നമ്മളാരെയും നിർബന്ധിച്ച് ക്രിസ്ത്യാനികളാക്കാൻ വേണ്ടിയല്ല. പക്ഷേ ഈ രക്ഷയുടെ സന്ദേശം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അത് പ്രഘോഷിച്ചേ തീരൂ. അത് ഇഷ്ടമുള്ളവർ സ്വീകരിക്കട്ടെ, അല്ലാത്തവർ സ്വീകരിക്കണ്ട. അതാണ് നമ്മുടെ സമീപനം. അതാണ് ഈശോയും പറഞ്ഞത്, ചെവിയുള്ളവരും കേൾക്കട്ടെ. പക്ഷേ ഇത് അറിയിക്കപ്പെടണം. ഈശോ തന്നെ നേരിട്ട് വന്ന്, ദൈവം തന്നെയാണ് നേരിട്ട് വന്ന് പ്രസംഗിച്ചിട്ട് എല്ലാവരും ശ്രമിച്ചില്ലല്ലോ. ചിലരൊക്കെ ഈശോയെ തള്ളിപ്പറഞ്ഞില്ലേ? ആ ഈശോയെ പോലും കല്ലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചില്ലേ ആ ജനം, ദൈവപുത്രനായിരിക്കെ? പക്ഷേ ഈശോ അതിൻ്റെ പേരിൽ ഭയന്നോടിയില്ല, പിറകോട്ട് പോയില്ല. ഈശോ ആ കുരിശെടുക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെയാണ് കുരിശിൽ മരിച്ചത്. പക്ഷേ ആ മരണം പരാജയമല്ലായിരുന്നു എന്ന് 3-ാം ദിവസം തെളിയിക്കപ്പെട്ടു. ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ ഒരു കാര്യമായിരുന്നു അത്. അതിലൂടെയാണ് മനുഷ്യരെ സാധിച്ചത്. അങ്ങനെ മനുഷ്യർ രക്ഷിക്കപ്പെട്ടത് ആ കുരിശ് മരണത്തിലൂടെയാണ്. ഈശോ ആ ഉയർത്തെന്നേറ്റു, സാത്താനെ പരാജയപ്പെടുത്തിക്കൊണ്ട്, പാപത്തെ നിഹനിച്ചുകൊണ്ട്, മരണത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈശോ ഉയർത്തെന്നേറ്റു. അതാണ് പുരോഗതിൻ്റെ വഴി എന്ന് പറയുന്നത്. അതിന് പ്രത്യാശ വേണം, വിശ്വാസം വേണം. അഗാധമായ വിശ്വാസവും പ്രത്യാശയും ഉണ്ടായിരിക്കണം. അങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ അതിനുവേണ്ടി തീർച്ചയായിട്ടും ജനത്തിൻ്റെ പ്രാർത്ഥന ആവശ്യമാണ്. മോശ മുകളിൽ ഇസ്രായേൽക്കാർ യുദ്ധം ചെയ്യുമ്പോൾ, ശത്രുവിനെതിരെ യുദ്ധം ചെയ്യുമ്പോഴും മോശ കൈപിരിച്ചു നിന്ന് പ്രാർത്ഥിക്കുകയാണ് മോശ. ആ മോശയുടെ കൈ ഉയർന്നു നിൽക്കുന്നിടത്തോളം കാലം ഇസ്രായേൽക്കാർ വിജയിക്കുന്നു. നമ്മൾ ബൈബിളിൽ പല ദൈവത്തിൽ വായിക്കുന്ന കാര്യങ്ങളായത്. അപ്പോൾ ദൈവസന്നിധിയിൽ നിരന്തരം മധ്യസ്ഥത പ്രാർത്ഥിച്ചുകൊണ്ട് ജനത്തിനു വേണ്ടി, ജനത്തിൻ്റെ നന്മയ്ക്കും വിജയത്തിനും വേണ്ടി നിലകൊള്ളേണ്ട പുരോഹിതൻ. ഇങ്ങനെയുള്ള ദൈവവിളികൾ എത്രയോ മൗന്നതമാണ്. അത് നമുക്ക് ആവശ്യമാണ്. ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വിളവ് അധികമാണ്, വേലക്കാർ ചുരുക്കമാണ്. അതുകൊണ്ട് വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കണം ഇങ്ങനെയുള്ള ദൈവവിളികൾ കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് മാതാപിതാക്കൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം ഈ ഇങ്ങനെയുള്ള ദൈവവിളികൾ കിട്ടാൻ വേണ്ടി. ദൈവം നമുക്ക് പിടിച്ചു വാങ്ങിക്കാൻ സാധിക്കുന്ന ഒന്നല്ല ഇത്. പക്ഷേ പ്രാർത്ഥിക്കണമെന്ന് ഈശോ പറയുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം ഉണ്ടാകും. അങ്ങനെയൊക്കെ ആ ദൈവവിളികൾ ധാരാളമായിട്ട് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ വൈദികരെ ലഭിക്കുവാൻ, ദൈവവിളികൾ ലഭിക്കുവാനും എങ്ങനെയെങ്കിലുള്ള ഒരു വൈദികനെയല്ല കിട്ടേണ്ടത്. എന്തെങ്കിലും ഒരു സുഖജീവിതം ആശിച്ച് വൈദികനാകാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് കർത്താവിനും സഭയ്ക്കും വേണ്ടി ജീവനർപ്പിക്കാൻ തയ്യാറുള്ള, അതിന് കരുത്തുള്ള ദൈവവിളികളാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മക്കൾ ആരെങ്കിലും ഇതിന് തയ്യാറായി വരുമ്പോൾ അവർക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകി
സുരക്ഷിതത്വത്തിന് വേണ്ടിയല്ല, ഈ ലോകത്തിന് സുരക്ഷിതത്വത്തിന് വേണ്ടിയല്ല, മറിച്ച് ഈശോയെ പോലെ സ്വയം സമർപ്പിക്കാൻ വേണ്ടിയാണ്. അതിനുള്ള ആ ഒരു ശക്തി അവർക്കുണ്ടാകണം. ആ രീതിയിലുള്ള ദൈവവിളികളാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ദൈവം അങ്ങനെയുള്ള വിളികളാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്. ഇതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരുന്നവൻ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരണം എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരണം. അങ്ങനെയുള്ള ഒരു വിളി നമ്മുടെ ഈ സഹോദരന് ലഭിച്ചിരിക്കുന്നു. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. അത് അവസാന മരണം വരെയും ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ നിറവേറ്റുവാൻ, അങ്ങനെ ദൈവജനത്തിൻ്റെയും സഭയുടെയും ദൈവരാജ്യത്തിൻ്റെയും നന്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി അത് നിർവഹിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ മാതാപിതാക്കളെയും കുടുംബത്തെയും മറ്റെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.